പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം. നിൻ്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത്. ഹല്ലേലൂയ. നിൻ്റെ ദൈവമായ യഹോവയെ നീ മറക്കരുത്. നീ കർത്താവിനെ എല്ലാ കാലത്തും ഓർക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ നന്മ വരുമ്പോൾ മനുഷ്യൻ്റെ ഹല്ലേലൂയ ഒരു സ്വഭാവമാണ്, വന്ന വഴികൾ മറന്നുപോകും. ഹല്ലേലൂയ. സഹായിച്ച വ്യക്തികളെ മറന്നുപോകും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നീ മറക്കരുത്. നീ എപ്പോഴും ഹൃദയത്തിൽ ഓർക്കേണ്ട കാര്യം, നീ എങ്ങനെ ഇവിടെ വരെ വന്നെന്ന്, നീ എങ്ങനെ ഇത്ര വലിയവനായെന്ന്, നിന്നെ എങ്ങനെ ദൈവം മാനിച്ചെന്ന് നീ ഒരു നാളും മറക്കരുത്. ഇസ്രായേൽ ജനത്തിനെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ദൈവം കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൊണ്ടുവന്നിട്ട് അവരെ വളരുമാറാക്കി. എന്നിട്ടിതാ വേദപുസ്തകം പറയുന്നു, നിൻ്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തത് ദൈവം നിനക്ക് തന്നു. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ പിതാക്കന്മാരോട് അരുളി ചെയ്ത പല വാഗ്ദത്തങ്ങളും നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനത്രേ. ദൈവം വാക്കു പറഞ്ഞത് നിവർത്തിക്കും. അവൻ്റെ വാക്കിന് ഊവ് ഊവ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ഒരു നാളും മാറ്റം വരത്തില്ല. ഇന്ന് രാവിലെയും എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ ജനമേ, നിങ്ങളോട് പറഞ്ഞ ഓരോ വാക്കും നിവർത്തിപ്പാൻ ദൈവം നിങ്ങൾക്ക് ബലം തരും. ഇതാ ഇവിടെ പറയുന്നു, അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് കർത്താവ് തന്ന ശക്തിയാണ്. ആ ശക്തി കൊണ്ടാണ് നീ സമ്പന്നനായത്, ആ ശക്തി കൊണ്ടാണ് നീ വലിയവനാക്കിയത്. നിന്നെ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയത്രേ, കർത്താവ് തന്ന ശക്തി എത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് ശക്തിയുടെ പുറകിൽ ദൈവമാണ്, അത് മറക്കരുത്. ദൈവത്തിൻ്റെ ശക്തി നിന്നെ വലിയവനാക്കും, ദൈവത്തിൻ്റെ ശക്തി നിന്നെ സമ്പന്നനാക്കും. വാഗ്ദത്തങ്ങളെ നേടുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. നിങ്ങളുടെ മുമ്പിൽ വന്ന പ്രതിയോഗികളെ, പ്രതിസന്ധികളെ, അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ ഈ ശക്തി ദൈവം നിങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. നാം യൂദയുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ നിർത്തുവാൻ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകും. വീഴാതെ വണ്ണം നിൽക്കുവാൻ ശക്തി തന്നത് ദൈവമാണ്. പലപ്പോഴും നമ്മെക്കാട്ടിലും കഴിവുള്ളവർ, നമ്മെക്കാട്ടിലും ബലമുണ്ട് എന്ന് നാം പറയുന്ന പലരും പട്ടുപോയ ഈ ഭൂമിയിൽ, വീണുപോയ ഈ ഭൂമിയിൽ, ജീവിതം ഹല്ലേലൂയ തച്ചുടച്ച ഇതേ ഭൂമിയിൽ നാം ജീവനോടെ നിൽക്കുന്നത്, നാം ബലത്തോടെ നിൽക്കുന്നത്, മഹിമയോടെ നിൽക്കുന്നത്, ആനന്ദത്തോടെ നിൽക്കുന്നത് നമ്മെ നിർത്തിയ ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മെ നിർത്തിയത് അവൻ്റെ ശക്തിയാണ്. അവൻ്റെ ആ ശക്തി നമ്മിലുള്ളത് കൊണ്ടാണ് നാം തകർന്നു പോകാത്തത്. പ്രിയരെ, ഇത് നമ്മുടെ ബലമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെയോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെയോ ബലമല്ല, നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ നാം ഹല്ലേലൂയ പിൻപറ്റുന്ന ചില ജീവിത തത്വങ്ങൾ കൊണ്ടല്ല നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. എത്ര പേർക്ക് അതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും? കർത്താവേ, ഇതിൻ്റെ പുറകിൽ അങ്ങ് തന്ന ശക്തിയാണ്, അങ്ങയുടെ ബലം കൊണ്ടാണ് ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. ഈ ശക്തി ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. 2, ഞാൻ വീഴാതെ വണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ നിർത്തുവാൻ ബലപ്പെടുത്തിയത് അങ്ങയുടെ ശക്തിയാണ്. ഹല്ലേലൂയ. ഈ ശക്തി ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ഞങ്ങളുടെ പ്രാപ്തിയോ ഞങ്ങളുടെ കഴിവോ അല്ല, ഈ ശക്തി ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഇതിനെ മൺപാത്രങ്ങളിലായിരിക്കുന്നു ദൈവം പകർന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മൺപാത്രമാകുന്ന ഈ ശരീരത്തിൽ പകർന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഒരു ജഡവും പ്രശംസിക്കാതെ, ഒരു ജഡവും നിഗളിക്കാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം തന്ന വലിയ കൃപയാണ്. ഇന്ന് രാവിലെ നമുക്ക് അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയാം, നന്ദി പറയാം. കർത്താവ് തന്ന ബലത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം
മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ മതിയായി, എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് അതിനുള്ള പ്രാപ്തിയുണ്ടെന്നൊക്കെ പറയാൻ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ: എന്നെ ശക്തനാക്കുന്നവനാ, എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും ജീവിതത്തിൽ ഈ തിരിച്ചറിവ് ഇല്ലാതെ പോകുമ്പോൾ മറന്നുപോകും. നാം ദൈവത്തെ മറന്നുപോകും, ദൈവം നടത്തിയ വിധങ്ങളെ മറന്നുപോകും. നിങ്ങൾക്കറിയാം, നെബൂഖദ്നേസറിൻ്റെ ചരിത്രം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ചരിത്രമാണ്. തൻ്റെ ഹല്ലേലൂയ മഹിമയിൽ, തൻ്റെ ശക്തിയിൽ, തൻ്റെ ബലത്തിൽ താൻ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് താൻ ഉണ്ടാക്കിയ പട്ടണത്തെ, ബാബേൽ നഗരത്തെ നോക്കിയിട്ട് തന്നെത്താനൊന്ന് ഹൃദയത്തിൽ നിഗളിച്ചു. എൻ്റെ മഹിമയിൽ, എൻ്റെ കഴിവിൽ ഞാൻ ഉണ്ടാക്കിയ പട്ടണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ പുല്ല് തിന്നുന്ന കാളയ്ക്ക് തുല്യനാക്കി മാറ്റി. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ഹല്ലേലൂയ, നമ്മെ നടത്തിയ, നമ്മെ കൊണ്ടുവന്ന നമ്മുടെ കർത്താവിനെ നാം ഒരു നാളും മറക്കരുത്. നമ്മെ ജീവനുള്ള ദേശത്ത് നിർത്തിയത് ഈ ദൈവമാണ്. ഈ കർത്താവ് നമ്മെ വീഴാതെ വണ്ണം താങ്ങുന്നത്. നമ്മുടെ പുറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഹല്ലേലൂയ ഉള്ളിലുള്ള ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും സെരുബാബേൽ പറഞ്ഞ അതേ വാക്യം നമുക്കും ഏറ്റുപറയാം: ഇത് കൃപയാ, ഇത് കൃപയാ, ഇത് കൃപയാ, ഇത് കൃപയാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടൊന്ന് പറയാൻ പറ്റുമോ? അപ്പാ നന്ദി, ഇത് കൃപയാ, ഇത് കൃപയാ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ആണിക്കല്ല് കയറ്റാൻ, നിങ്ങളെ കൊണ്ട് തുടങ്ങിയ വേലകൾ ഹല്ലേലൂയ പൂർത്തീകരിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തി നൽകും, ബലം നൽകും, നമ്മെ മാനിക്കും. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.